To get a higher score in IELTS writing task 2, we have to use a wide range of formal connectors or linking words to join our ideas together. Here, I'm going to make you familiar some of the connectors which we can use instead of but. But എന്ന് പറയുന്നത് രണ്ട് കോൺട്രാസ്റ്റ് ഐഡിയാസ്, ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് അല്ലേ. ബട്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഇൻഫോർമൽ വൺ ആണ്. അപ്പോൾ ഫോർമലായിട്ട് ഈ ബട്ടിന് പകരമായിട്ട് നമുക്ക് ഏതൊക്കെ വേർഡ്സുകൾ യൂസ് ചെയ്യാം, കണക്ടേഴ്സ് യൂസ് ചെയ്യാം. ഐ വിൽ ടെൽ യു വൺ എക്സാമ്പിൾ. ഷീ സ്റ്റഡീഡ് diligently for her exam, but she did not achieve the expected result. ഈ ബട്ടിന് പകരമായിട്ട് നമുക്ക് ഫോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്ടേഴ്സ് ആണ് although, however, nevertheless, nonetheless, despite, in spite of, while, whereas, on the other hand, conversely. അപ്പോൾ ഈ ബട്ടിന് പകരമായിട്ട് നമുക്ക് ഇതിന് ഈ വേർഡ്സിനൊക്കെ അതേപടി റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് പഞ്ച്വേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം, ദാറ്റ് മീൻസ് സെമി കോളൻ, കോമ, ഇതൊക്കെ എവിടെ യൂസ് ചെയ്യണം, വേർ വി ഹാവ് ടു ആഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് സെന്റൻസ് ഓർ മിഡിൽ ഓഫ് ദ സെന്റൻസ്, ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ഡിസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേർബിൻ്റെ ING ഫോമാണ് ആഡ് ചെയ്യേണ്ടത്. ഈ സെയിം സെന്റൻസിനെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Despite of studying diligently for her exam, she did not achieve the expected result. Okay, അപ്പോൾ ഈ ഡിസ്പൈറ്റിന് പകരം ആ സെയിം നമുക്ക് ഡിസ്പൈറ്റിനെ മാറ്റിയിട്ട് ഇൻസ്പൈറ്റ് ഓഫ് എന്നും ആക്കാം. ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റഡിങ് diligently for her exam, she did not achieve the expected result. സോ ബാക്കിയുള്ള സെൻറ്റൻസുകൾ മീൻസ് കണക്ടേഴ്സ് നമുക്ക് എങ്ങനെ സെൻറ്റൻസിൽ ആഡ് ചെയ്യാം എന്നുള്ളത് യു ക്യാൻ സീ നൗ ഹിയർ. ഐദർ യു ക്യാൻ പോസ് ഇറ്റ് ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് you just go through the sentences, and if you have any doubt, just comment it.